രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 4ാമത്തെ ദശകമാണ്, 11ാമത്തെ ശ്ലോകമാണ്, 41ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കണമെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയമുണ്ട്. രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥകൾ നമ്മൾ റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, കേൾക്കണേ. വെള്ളിയാഴ്ച മോക്ഷം വേണ്ടവർക്ക് ധർമ്മപദമുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് വേണ്ടവർക്ക് അതിൻ്റെ ക്ലാസ് ഉണ്ട്. ജ്യോതിഷത്തിൻ്റെ ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെയും നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ഫലം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. വണ്ടി പോകുന്ന സൗണ്ടാണ്. അതേ കണക്ക് കുടുംബമായി താമസിക്കുന്നവർ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോകൾ കാണണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ശ്ലോകം പാടുന്നത് നിങ്ങൾക്കിപ്പോൾ സുപരിചിത മാത്രമല്ല, നിങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞ കൃഷ്ണശ്രീ. നേരത്തെ പറഞ്ഞു ഓൺലൈൻ പാട്ട് പാടുന്ന ആളാണ്. കൃഷ്ണശ്രീയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഓൺലൈനിലൂടെയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. മിടുക്കിയാണ്. അപ്പോൾ കൃഷ്ണശ്രീ അതിമനോഹരമായിട്ട് ഈ ശ്ലോകം പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അഗ്നിവാസരവളർക്ഷപക്ഷകൈ രുത്തരായണജുഷാ च दैवतै
പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അതിമനോഹരമായിട്ട് ഇത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമുക്കത് തുടങ്ങാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കേൾക്കണേ. പിന്നെ രാധയെ പൂജിച്ചാലെന്ന വീഡിയോ അത് ഉറപ്പായിട്ടും കേൾക്കണേ നിങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പം നമുക്ക് ഈ ശ്ലോകം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കേ. അഗ്നിവാസരവളർഷപക്ഷകൈ രുത്തരായണ ജുഷാചാം ദൈവതൈ പ്രാപിതോരവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അർത്ഥം എഴുതിക്കോ. അഗ്നി, അഗ്നി തീ. വാസരം, വാസരം പകൽ, പകൽ. അടുത്തത് വളർഷപക്ഷം, അല്ല വളർപക്ഷം, വളർപക്ഷം ശുക്ലപക്ഷം, അതായത് വെളുത്ത പക്ഷം. രണ്ടെണ്ണം ഉണ്ട്, വെളുത്തത് ശുക്ലയും കറുത്തത് കൃഷ്ണപക്ഷവും. അപ്പോൾ വളർപക്ഷം ഗൈ, ആ ഗൈ എഴുതിയില്ലേലും കുഴപ്പമില്ല. വളർപക്ഷം സമം ശുക്ലപക്ഷം. ഉത്തരായണ, അർത്ഥം ഉത്തരായന കാലം. ജുഷ, ജുഷ ആശ്രയിച്ച്, ജുഷ ആശ്രയിച്ച്. ദൈവതൈ, ദേവതകളാൽ, ദൈവതൈ ദേവതകളാൽ. പ്രാപിതോ, പ്രാപിതോ പ്രാപിക്കുന്നു, പ്രാപിക്കുന്നു. രവിപദം, രവിപദം സൂര്യലോകം. ഭവത്പരോ അങ്ങയെ സേവിച്ചവർ. മോദവാൻ, അർത്ഥം ആനന്ദം അനുഭവിച്ചവൻ. മോദവാൻ, മോദം ആനന്ദം, ആനന്ദം അനുഭവിച്ചവൻ. ധ്രുവപദാന്തം, അർത്ഥം ധ്രുവലോകത്തെ, ധ്രുവലോകത്തെ. ഈയതേ, ഈയതേ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവൻ എവിടെ എത്തിച്ചേരുന്നു? ധ്രുവലോകത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കേ. അഗ്നി, പകല്, ശുക്ലപക്ഷം, അതായത് വെളുത്ത പക്ഷം. അപ്പൊ അഗ്നി, പകല്, ശുക്ലപക്ഷം, ഉത്തരായണം എന്നീ ദേവതകളുടെ സഹായത്താൽ അങ്ങയെ സേവിച്ച ഭക്തൻ. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഏതൊക്കെ ദേവതകളുടെ സഹായത്തോടെയാണ് പൂജിക്കുന്നത്? അഗ്നി, പകല്, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയുടെ ദേവതകളാൽ സേവിച്ച ഭക്തൻ സൂര്യലോകത്തെത്തിച്ചേരും. അവിടെ ആനന്ദത്തോടെ കുറേ നാള് കഴിയും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മൂർധാവിനെ ഭേദിച്ച്, ആ ലോകത്തെത്തിയിട്ട് നമ്മുടെ മൂർധാവിനെ ഭേദിച്ച് സൂക്ഷ്മ ശരീരത്തോടു കൂടി ജീവൻ പുറത്തേക്ക് എടുക്കും. അങ്ങനെ എടുക്കുന്ന ഈ ജീവൻ മേൽപോട്ട് പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരികയും അത് വന്നിട്ട് അങ്ങനെ ഈ ജീവൻ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ അഗ്നിദേവത വന്ന് ഈ ജീവനെ അഗ്നിയുടെ ലോകത്ത് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ കുറേ നാൾ വിശ്രമിക്കും. അത് കഴിയുമ്പം പകലിൻ്റെ ദേവത വന്ന് നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ കുറേ നാൾ വിശ്രമിച്ച് ആനന്ദിക്കും. അത് കഴിയുമ്പോൾ ശുക്ലപക്ഷത്തിൻ്റെ ദേവത വന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെയും ആനന്ദിച്ചു കഴിയുമ്പോൾ ഉത്തരായനത്തിൻ്റെ ദേവത വന്ന് നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതിനുശേഷം എന്തു ചെയ്യും? നിങ്ങളെ കുറേ നാൾ അവിടെ ജീവിക്കും നിങ്ങൾ. അങ്ങനെ ജീവിച്ചിട്ട് നിങ്ങൾ സംവത്സര ദേവലോകത്തെത്തും. അത് കഴിഞ്ഞ് വായു ലോകത്തെത്തും. അത് കഴിഞ്ഞ് വിദ്യുത് ലോകത്തെത്തും. അതിനുശേഷം നിങ്ങൾ എവിടെത്തും? ആദിത്യ ചന്ദ്രാദി ലോകങ്ങളിലെത്തും. എന്നിട്ട് ഒടുവിൽ നിങ്ങൾ ധ്രുവപദത്തിൽ എത്തിച്ചേരും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അഗ്നിയുടെ ദേവതയെയും പകലിൻ്റെ ദേവതയെയും ശുക്ലപക്ഷത്തിൻ്റെ ദേവതയെയും ഉത്തരായണത്തിൻ്റെ ദേവതയെയും ഒക്കെ നമ്മൾ ആശ്രയിച്ച് അവരുടെ സഹായത്താൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കും. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉത്തമ ഭക്തനായി മാറിക്കഴിയുമ്പോൾ
അങ്ങനെ മാറിക്കഴിയുന്ന ആ ജീവൻ, അതായത് കൃഷ്ണനിൽ മാത്രം മനസ്സുറപ്പിച്ചിട്ട് അയാൾ ജീവൻ വെടിയാൻ സമയമാകുമ്പോൾ തൻ്റെ മൂർധാവിലൂടെ ജീവനെ പുറത്തേക്ക് എടുക്കും. ആ ജീവൻ മുകളിലേക്ക് പൊങ്ങി വരുന്ന അവസരത്തിൽ അഗ്നിയുടെ ദേവത വന്ന് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ കുറേ നാൾ ആനന്ദിച്ച് ജീവിച്ച് കഴിയുമ്പോൾ പകലിൻ്റെ ദേവത വന്ന് കൊണ്ടുപോകും. പിന്നെയോ ശുക്ലപക്ഷത്തിൻ്റെ ദേവത, അത് കഴിയുമ്പോഴോ ഉത്തരായന കാലത്തെ ദേവത കൊണ്ടുവരും. അത് കഴിയുമ്പോഴോ സംവത്സര ലോകത്തിലേക്ക് പോകും. ആ സംവത്സര ലോകത്ത് ആനന്ദിച്ച് നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ പരകോടിയിൽ എത്തിക്കഴിയുമ്പം വായു ലോകത്തെത്തും. അവിടുന്ന് നിങ്ങൾ വിദ്യുത് ലോകത്തിലേക്കെത്തും. അവിടുന്ന് നിങ്ങൾ ആദിത്യ ലോകത്തിലേക്കെത്തും. അത് കഴിഞ്ഞ് നിങ്ങൾ ആദിത്യൻ സൂര്യലോകത്ത്, അത് കഴിഞ്ഞ് നിങ്ങൾ എവിടെ എത്തുന്നു? ചന്ദ്രലോകത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ചന്ദ്രലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ദ ലാസ്റ്റ് സ്റ്റേജ് എങ്ങോട്ടേക്ക് എത്തുന്നു? ധ്രുവപദത്തിലേക്ക് എത്തുന്നു. അപ്പൊ ധ്രുവപദത്തിന് ഈ പറഞ്ഞ മറ്റു ലോകങ്ങളെക്കാൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യലോകത്തെക്കാട്ടിയും ചന്ദ്രലോകത്തെക്കാട്ടിയും ശുക്ലപക്ഷത്തെക്കാട്ടിയും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് അറിയാൻ തുടർന്ന് കേട്ടുകൊള്ളൂ. നമുക്ക് ഒന്നാമത്തെ വരി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ വരി അഗ്നിവാസര വളർഷപക്ഷകൈ. വാസരം പകലാണ്, വളർപക്ഷകൈ എന്ന് പറഞ്ഞാൽ ശുക്ലപക്ഷം. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മാത്രം മനസ്സുറപ്പിക്കുകയും മറ്റു ബന്ധങ്ങളെയും ലൗകിക സുഖങ്ങളെയും പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് ജീവൻ വെടിയണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ മൂർധാവ് ഭേദിച്ച് അവൻ്റെ സൂക്ഷ്മ ശരീരം എന്തു ചെയ്യുന്നു? പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന സൂക്ഷ്മ ശരീരം സൂര്യരശ്മിയിലൂടെ നേരെ മുകളിലേക്ക് ഉയരും. അങ്ങനെ ഉയരുന്ന ആത്മാവിന് രണ്ട് ഗതികളാണുള്ളത്. അതിനകത്ത് ഇഷ്ടമുള്ള ഒന്നിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അങ്ങനെ ജീവൻ ഉപേക്ഷിക്കാനായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മുടെ മൂർധാവ് തുറന്നിട്ട് അതുവഴി വരുന്നത് സൂര്യരശ്മികൾ വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നതിന് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്നാമത്തെ മാർഗം അർച്ചിരാതി ഗതി എന്ന് പറയും. രണ്ടാമത്തത് ധൂമ്രാതി ഗതി എന്ന് പറയും. എന്താണ് അർച്ചിരാതി ഗതി? അർച്ചിരാതി ഗതി എന്ന് പറഞ്ഞാൽ അർച്ചിസ് എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്നി എന്നാണ്. അഗ്നി വഴിക്കുള്ള ഈ ഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പിന്നെ ഒരിക്കലും പുനർജന്മമില്ല. നിങ്ങൾക്ക് അഗ്നി വഴി പോയാൽ മതി. നമ്മളിപ്പം തിരുവനന്തപുരം വഴി പോകാം, കൊട്ടാരക്കര വഴി പോകാം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. നിങ്ങളുടെ ജീവന് അഗ്നി വഴിയാണ് പോകാൻ ആഗ്രഹമെങ്കിൽ അവർക്ക് പിന്നെ പുനർജന്മമില്ല. രണ്ടാമത്തത് ധൂമ്രാതിഗതി. ധൂമ്രാതിഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ വീണ്ടും ഒന്നുകൂടി വരണം ജനനന്മയ്ക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടത്തിനല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ ഒന്നും കൂടെ വരണം എന്ന് തീരുമാനിക്കുന്നവരാണ് ഏത് സ്വീകരിക്കുന്നത്? ധൂമ്രാതിഗതി സ്വീകരിക്കുന്നത്. അപ്പോൾ മരണസമയത്ത് പുറത്തു വരുന്ന ജീവന് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്നാമത്തെ മാർഗം അർച്ചിരാതിഗതി, രണ്ടാമത്തത് ധൂമ്രാതിഗതി. ഇവിടെ ഇനി പുനർജന്മം വേണ്ട എന്ന് കരുതി അർച്ചിരാതിഗതി സ്വീകരിക്കുന്ന ഭക്തനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അർച്ചിരാതിഗതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളെ അഗ്നിയുടെ ദേവത അങ്ങോട്ടേക്കും പകലിൻ്റെ ദേവത അങ്ങോട്ടേക്കും ശുക്ലപക്ഷത്തിൻ്റെ ദേവത അങ്ങോട്ടേക്കും നിങ്ങളെ കൊണ്ടുപോകും. അപ്പം നിങ്ങളുടെ ജീവൻ പുറത്തു വരുന്ന അവസരമുണ്ടല്ലോ. അങ്ങനെ നിങ്ങളുടെ ജീവൻ പുറത്തു വരുന്ന അവസരത്തിൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ആദ്യം അഗ്നിദേവത ഉണ്ടാകും. അഗ്നിദേവത നിങ്ങളെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോകും. കുറെ കഴിയുമ്പോൾ പകലിൻ്റെ ദേവത വരും. അദ്ദേഹം നമ്മളെ അവിടുന്ന് സ്വീകരിച്ച് പകലിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ശുക്ലപക്ഷത്തിൻ്റെ ദേവൻ അവിടെ വരും.
അവിടെ വന്നിട്ട് നിങ്ങളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ശുക്ലപക്ഷത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഓരോ ലോകത്തിൻ്റെയും ദേവതകൾ വന്ന് നിങ്ങൾ ദിവ്യ ഭോഗങ്ങൾ അനുഭവിച്ച് അവിടെ കഴിയും. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വരി ഒന്ന് നോക്കാം. എന്താ രണ്ടാമത്തെ വരി? ഉത്തരായണ ജുഷാച ദൈവതേ. ഉത്തരായണ കാലത്ത് ജുഷ ആശ്രയിച്ച് ദൈവതേ ദേവതകളാൽ, അതായത് രണ്ട് കാലങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഉത്തരായന കാലവും ദക്ഷിണായന കാലവും. അതിൽ ഉത്തരായന കാലത്തിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനത്തെയാണ് ഉത്തരായന കാലമെന്ന് വിളിക്കുന്നത്. ആ വടക്കോട്ടുള്ള ചലനത്തിൽ ശീതകാലം വരും, വസന്തകാലം വരും, ഗ്രീഷ്മകാലം വരും. ഈ മൂന്ന് കാലങ്ങളും ഉത്തരായന കാലത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. വസന്തകാലം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ ഉത്തരായന കാലത്തിലാണ്. ഈ ഉത്തരായന കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പകലിന് നീളക്കൂടുതൽ ഉണ്ടായിരിക്കും, പെട്ടെന്ന് ഇരുട്ടാകത്തില്ല, രാത്രിയുടെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. അതായത് ഉത്തരായന കാലത്ത് വൈകുന്നേരം 6-6:30 ആയാലും സൂര്യൻ അങ്ങനെ അസ്തമിക്കില്ല. പകലിന് ദൈർഘ്യം കൂടുതലും രാത്രിക്ക് ദൈർഘ്യം കുറവുമായിരിക്കും. പോസിറ്റിവിറ്റിയുടെ പ്രതീകമാണ്. അതായത് നമുക്ക് നല്ല എനർജി കിട്ടുന്ന സമയമാണ് ഉത്തരായന കാലം. ഏത് ശുഭകാര്യങ്ങൾക്കും അത്യുത്തമമാണ്. ദക്ഷിണായന കാലം ഇതിൻ്റെ നേരെ വിപരീതമാണ്. ശരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഉത്തരായന കാലം എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം 22-ാം തീയതി ആരംഭിച്ച് ജൂൺ മാസം 21-ാം തീയതി അവസാനിക്കും. അങ്ങനെ 6 മാസക്കാലമാണ് ഉത്തരായനം. ആ ജൂൺ 21 തൊട്ട് ഡിസംബർ 21 വരെയുള്ളതാണ് ദക്ഷിണായനം. അതങ്ങനെ ഒന്നിനും കൊള്ളില്ല. ശുഭകാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഉത്തരായന കാലമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ആ അഗ്നിദേവന്റെ ലോകത്തെത്തും. അവിടേക്ക് ആര് വരും? ഉത്തരായന കാലത്തിൻ്റെ ദേവതകൾ വരും നിങ്ങളെ കൊണ്ടുപോകാൻ. അപ്പോൾ ഏത് ശുഭകാര്യങ്ങൾക്കും അത്യുത്തമമാണ് ഉത്തരായന കാലം. അതുകൊണ്ട് തന്നെ അവരുടെ ദേവതകളും ശുഭരാണ്. അപ്പം അവർ വന്ന് നിങ്ങളെ അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും ദിവ്യഭോഗങ്ങൾ അനുഭവിപ്പിക്കും നിങ്ങളെ. ഇതാണ് രണ്ടാമത്തെ വരി പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. പ്രാപിതോ രവിപദം ഭവത്പരോ. പ്രാപിതോ പ്രാപിക്കുന്നു, രവിപദം സൂര്യലോകം, ഭവത്പരോ അങ്ങയെ സേവിച്ചവർ. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആരാണോ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിരുത്തി സേവിക്കുന്നവര് അവര് അവരുടെ മൂർധാവിനെ ഭേദിച്ച് സൂക്ഷ്മ ശരീരത്തോടെ പുറത്തു വരും. എന്നിട്ട് സൂര്യരശ്മിയിലൂടെ അർച്ചിരാദിഗതി സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ അർച്ചിരാദിഗതി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ജന്മം വേണ്ട. ഇനി ഒരു ജന്മം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ പല പല ലോകങ്ങളിൽ പോയി സുഖങ്ങൾ അനുഭവിച്ച് ഏറ്റവും ഒടുവിൽ ധ്രുവലോകത്ത് എത്തിച്ചേരും. അതാണ് അർച്ചിരാദിഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ജീവൻ പോകുമ്പോൾ സൂര്യരശ്മിയിലൂടെ ഈ ജീവൻ മുകളിലേക്ക് ഉയർന്നുയർന്നു പോകും. അപ്പോൾ നമ്മുടെ ശരീരം ഉപേക്ഷിച്ചെങ്കിലും ഈ സൂക്ഷ്മ ശരീരത്തിന് ഈശ്വരനോടുള്ള താല്പര്യം വീണ്ടും ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ബോഡി ഇരിക്കുന്ന, ഇപ്പം ഞാൻ ഇരിക്കുന്നു, അപ്പം എൻ്റെ ഈ ശരീരത്തിന് മാത്രമാണ് രാധാറാണിയോട് സ്നേഹമെന്ന് കരുതരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിനും രാധാറാണിയോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കവി ഭവത്പരോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തു ചെയ്യുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുന്നവര് ശിരസ് പുറന്ന് അവരുടെ സൂക്ഷ്മ ശരീരം പുറത്തു വന്ന് അഗ്നിലോകത്ത് പോകുന്നു, വാസരലോകത്ത് പോകുന്നു, വെളുത്ത പക്ഷത്ത് പോകുന്നു. അവിടെ എല്ലാം എന്തു ചെയ്യുന്നു? അവർ ആനന്ദത്തോടെ കഴിയുന്നു. അതിനുശേഷം അവർ സംവത്സര ദേവലോകത്തെത്തും. ആ സംവത്സര ദേവലോകത്തിലൂടെ നമ്മുടെ ആത്മാവ് വായുദേവതയുടെ അതിഥിയായി മാറും.
അങ്ങനെ അതിഥിയായി മാറിയതിനു ശേഷം സൂര്യലോകത്ത് എത്തിച്ചേരുമെന്നാണ് മൂന്നാമത്തെ വരി പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ വരി, അവസാനത്തെ വരി. മോദവാൻ ധ്രുവപദാന്തമീയതേ. മോദവാൻ ആനന്ദം അങ്ങനെ അനുഭവിച്ച ആ ആത്മാവ് ധ്രുവപദാന്തം ധ്രുവലോകത്തെ ഈയതേ എത്തിച്ചേരുന്നു. ഈയതേ എത്തിച്ചേരുന്നു. അപ്പം മോദവാൻ അത്യധികം സന്തോഷമുള്ളവൻ ധ്രുവപദാന്തം ധ്രുവലോകത്ത് ഈയതേ എത്തിച്ചേരുന്നു. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവൻ പുറത്തു വന്ന് അഗ്നിലോകവും പകലിന്റെ ലോകവും അവിടെ എല്ലാം പോയി ഒടുവിൽ സൂര്യലോകത്തെത്തും. അപ്പൊ അഗ്നിലോകത്തൊക്കെ ആനന്ദം അനുഭവിക്കുന്നു, ശുക്ലപക്ഷത്തൊക്കെ ആനന്ദം അനുഭവിക്കുന്നു, അങ്ങനെ സംവത്സര ലോകത്തെത്തുന്നു, വിദ്യുത് ലോകമൊക്കെ എത്തുന്നു, അങ്ങനെ സൂര്യലോകത്തെത്തും. അങ്ങനെ സൂര്യദേവന്റെ അതിഥിയായിട്ട് കുറേ നാള് നമ്മളങ്ങ് ജീവിക്കും. ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 1.5 ജീവിതമാണത്. സകലവിധ ദിവ്യ ഭോഗങ്ങളും അനുഭവിച്ച് ആനന്ദത്തിന്റെ പരകോടിയിലെത്തും. പക്ഷേ ഈ ആത്മാവ് അപ്പോഴും ഭഗവാനെ തന്നെ, ശ്രീകൃഷ്ണനെ തന്നെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സൂര്യലോകത്ത് കുറേ നാള് വസിച്ചു കഴിയുമ്പോൾ ചന്ദ്രന്റെ ദേവതകൾ എത്തി നമ്മളെ ചന്ദ്രലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളെ എന്ന് പറഞ്ഞാൽ ആരാ? എന്നെ നിങ്ങളെ അല്ല. കുടുംബ ബന്ധങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതെ, മക്കള് അങ്ങനെ അതിനോടൊന്നും താല്പര്യമില്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മാത്രം മനസ്സുറപ്പിച്ച് ജീവൻ വെടിയുന്ന ആൾക്കാരുടെ കാര്യത്തെക്കുറിച്ചാണ് ഇവരെ പറയുന്നത്. അങ്ങനെ ചന്ദ്രലോകത്തെത്തും. അവിടെ നിന്നും വിദ്യുത് ലോകമായ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു. അപ്പം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം ധ്യാനിച്ച്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപവും മറന്ന ജ്യോതിസിനെ ധ്യാനിച്ച് അവര് ഭഗവാന്റെ ഉത്തമ ഭക്തരായി മാറി ലൗകിക സുഖത്തിൽ ഒന്നും താല്പര്യമില്ലാതെ വരുമ്പോൾ, ഇനി ജീവിതം മതിയാക്കാമെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരവരുടെ ജീവനെ മൂർധാവിലൂടെ എടുത്ത് അഗ്നിലോകത്ത് ചെന്ന് സുഖമനുഭവിച്ചു, ശുക്ലപക്ഷ ലോകത്ത് ചെന്ന് സുഖമനുഭവിച്ചു, വാസരം പകൽ ലോകത്ത് ചെന്ന് സുഖമനുഭവിച്ചു, അതെല്ലാം കഴിഞ്ഞ് സംവത്സര ലോകത്ത് ചെന്ന് സുഖമനുഭവിച്ചു. അങ്ങനെ കറങ്ങി കറങ്ങി ഒടുവിൽ സൂര്യലോകത്തെത്തും. അവിടെ നിന്ന് പരമാനന്ദമാണ്. അവിടുന്ന് ചന്ദ്രലോകത്തെത്തുകയും ഒടുവിൽ വിദ്യുത് ലോകമെന്നറിയപ്പെടുന്ന ധ്രുവലോകത്തെത്തുകയും ചെയ്യും. എന്താണ് ഈ ധ്രുവലോകത്തിന്റെ പ്രത്യേകത? അതിനൊരു കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഉത്താനപാദന്റെ മകനും മനുവിന്റെ ചെറുമകനുമാണ് ധ്രുവൻ. അതായത് മനുവിന്റെ മകനാണ് ഉത്താനപാദൻ, ആ ഉത്താനപാദന്റെ മകനാണ് ധ്രുവൻ. ഈ ഉത്താനപാദ രാജാവിന്റെ ഭാര്യ സുനീതിയുടെയും, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഉത്താനപാദ രാജാവിൻ്റെയും ഭാര്യ സുനീതിയുടെയും മകനായിട്ടാണ് നമ്മുടെ ധ്രുവന്റെ ജനനം. അപ്പോൾ ഉത്താനപാദന്റെ ഒരു ഭാര്യയാണ് സുനീതി. സുനീതിയുടെ മകനായിട്ടാണ് ധ്രുവൻ ജനിച്ചത്. രാജാവിന് രണ്ടാമതൊരു പത്നിയും കൂടെ ഉണ്ട്. അവരുടെ പേര് സുരുചി എന്നാണ്. അപ്പം മനുവിന്റെ മകൻ ഉത്താനപാദൻ. ഉത്താനപാദന് 2 ഭാര്യമാര്. ഒരു ഭാര്യ സുനീതി. സുനീതിയുടെ മകനാണ് ധ്രുവൻ. രണ്ടാമത്തെ രാജ്ഞി സുരുചി. സുരുചിയുടെ മകനാണ് ഉത്തമൻ. അപ്പൊ ഈ ധ്രുവന് ഒരു 5 വയസ്സ് പ്രായമുള്ള സമയത്ത് ധ്രുവൻ നോക്കിയപ്പോൾ രാജകൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിന്റെ മടിയില് ഉത്തമൻ കയറി അങ്ങോട്ട് ഇരിക്കുന്നു. ഇത് കണ്ടപ്പോ ഈ ധ്രുവൻ എന്ന 5 വയസ്സുള്ള കുഞ്ഞിനും ഭയങ്കര കൊതി വന്നു. അപ്പൊ ഈ കുഞ്ഞ് ഓടി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് രാജാവ് കുഞ്ഞിനെ പിടിച്ചു മടിയിലിരുത്തി. ഇത് സുരുചി കണ്ടു. സുരുചിയെ സംബന്ധിച്ചിടത്തോളം ഈ സിംഹാസനത്തിന് അവകാശി തൻ്റെ മകനായ ഉത്തമനായിരിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് സുരുചി ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവനെ വലിച്ചു താഴെ ഇറക്കി.
അപ്പൊ ധ്രുവൻ നിലവിളിച്ചു. അപ്പൊ ധ്രുവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം. അപ്പൊ പറഞ്ഞു, നിനക്ക് നിന്റെ അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ നീ ഈ സുരുചി എന്ന് പറയുന്ന എൻ്റെ ഗർഭപാത്രത്തിൽ നീ ജനിക്കണം. അങ്ങനെ എൻ്റെ ഗർഭപാത്രത്തിൽ ജനിക്കണമെങ്കിൽ നീ പോയി തപസ് ചെയ്യ്, മഹാവിഷ്ണുവിനെ തപസ് ചെയ്യടാ, അത്രയ്ക്ക് പുണ്യം ഉണ്ടെങ്കിലേ പറ്റത്തോളെന്ന് പറഞ്ഞു. ഈ കുഞ്ഞു ധ്രുവന്റെ മനസ്സ് വല്ലാതെ നൊന്തു. അവൻ നേരെ സുനീതിയുടെ അടുക്കൽ ചെന്നു, അവന്റെ അമ്മയുടെ അടുക്കൽ. അവന്റെ അമ്മ അവനെ പരമാവധി ആശ്വസിപ്പിക്കാൻ നോക്കി. അവൻ പറഞ്ഞു, ഇല്ലമ്മേ, ഇല്ല, എനിക്ക് വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെല്ലണം, വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്ന് എനിക്ക് വരം വാങ്ങണം, വരം വാങ്ങി എനിക്ക് ഈ സിംഹാസനത്തിൽ എൻ്റെ അച്ഛൻ്റെ മടിയിൽ എനിക്ക് ഇരിക്കണം. അങ്ങനെ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ ധ്രുവൻ അവിടെ കൊട്ടാരം വിട്ടിറങ്ങി. അപ്പോൾ വഴിക്ക് വെച്ച് നമ്മുടെ നാരദ മഹർഷി തടഞ്ഞു. നാരദ മഹർഷി തടഞ്ഞിട്ട് നമ്മുടെ ധ്രുവനെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. ധ്രുവൻ പറഞ്ഞു, രക്ഷയില്ല. ഒടുവിൽ ധ്രുവന്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ നാരദമുനി അവന്റെ ചെവിയിൽ ഒരു മന്ത്രം ഓടിക്കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇന്ന ഇന്ന രീതിയിൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കണം. ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 6 മാസം വരെ ഭക്ഷണം കഴിച്ചില്ല ധ്രുവൻ, വെള്ളം കഴിച്ചില്ല, യാതൊന്നുമില്ലാതെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വിഷ്ണു ഭഗവാന് വരാതെ നിവർത്തിയില്ലെന്നായി. അങ്ങനെ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ആ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ധ്രുവ, നിനക്കെന്ത് വരമാണ് വേണ്ടത്? സത്യത്തിൽ ധ്രുവൻ വന്ന് തപസ്സിരുന്നത് ആ തൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കണം, ആ സിംഹാസനത്തിൽ ഇരിക്കണം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. പക്ഷേ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് പോയിപ്പോയിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, എനിക്കെപ്പോഴും വിഷ്ണു ഭഗവാനെ സ്മരിക്കണം, അതിനുവേണ്ടി എനിക്കൊരു ജീവിതം വേണം, എനിക്ക് വിഷ്ണു സ്മരണയിൽ ഒരു ജീവിതം വേണം, മറ്റെല്ലാം മറന്ന് എനിക്കിനി മറ്റാരും വേണ്ട ഭഗവാനെ, അങ്ങയുടെ സ്മരണയിൽ എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് എനിക്ക് അങ്ങയെ ധ്യാനിക്കണം, എപ്പോഴും അങ്ങയുടെ സ്മരണയിൽ എനിക്ക് കഴിയണം. വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, തഥാസ്തു. അങ്ങനെ ധ്രുവന് വേണ്ടി ഒരു പ്രത്യേക ലോകം തന്നെ മഹാവിഷ്ണു സൃഷ്ടിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, ധ്രുവ, ഇന്നു മുതൽ ഈ ലോകം ധ്രുവപദം അല്ലെങ്കിൽ വിദ്യുത് ലോകം എന്നറിയപ്പെടും. ഈ ലോകത്ത് മഹാപ്രളയകാലത്ത് പോലും മഹാപ്രളയം ഇതിനെ സ്പർശിക്കുകയില്ല. അങ്ങനത്തെ ഒരു ആകാശഗോളമായിട്ട് ഇത് മാറും. അങ്ങനെ പ്രളയകാലത്ത് സർവ്വതും നശിച്ചാലും, മനസ്സിലായില്ലേ? പ്രളയകാലത്ത് സർവ്വതും നശിച്ചു വന്നിരിക്കട്ടെ, അങ്ങനെ സർവ്വതും നശിച്ചാലും ധ്രുവലോകത്തിന് നാശം വരില്ല എന്ന് അനുഗ്രഹിച്ചു. അന്ന് തൊട്ട് ഈ ധ്രുവലോകം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. കാരണം ആ പ്രളയകാലത്ത് ബ്രഹ്മലോകവും ശിവലോകവും എല്ലാം നശിക്കും. അപ്പോഴും നശിക്കാത്ത ഒന്നാണ് ധ്രുവലോകം എന്ന് പറയുന്നത്. ഇതാണ് ധ്രുവപദം എന്ന് പറയുന്നത്. അപ്പോൾ അർച്ചിരാദി മാർഗം സ്വീകരിക്കുന്നവര് പല പല ലോകങ്ങൾ പിന്നിട്ട് ധ്രുവലോകത്തെത്തി അവിടെ കുറേ നാൾ ദിവ്യഭോഗങ്ങൾ അനുഭവിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വിലയം പ്രാപിക്കും. കാരണം വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ധ്രുവൻ എന്ന് പറയുന്നത്. നമ്മുടെ ബൃഹദാരണ്യകോ ഉപനിഷത്തില് ഈ അർച്ചിരാതഗതി പറയുന്നത് ഉത്തരായണ ദേവതയുടെ അടുത്ത് ആദ്യം ചെല്ലും, പിന്നെ വായുവിൻ്റെ അടുത്ത് ചെല്ലും, പിന്നെ ആദിത്യൻ്റെ അടുത്ത് ചെല്ലും, പിന്നെ ചന്ദ്രൻ്റെ അടുത്ത് ചെല്ലും, പിന്നെ ധ്രുവത്തിൽ ചെല്ലുമെന്നാണ് ബൃഹദാരണ്യകോ ഉപനിഷത്തിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം. നിങ്ങൾ ഓരോരുത്തർക്കും കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. നാരദമുനി ധ്രുവന്റെ കാതുകളിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രമാണ് 6 മാസക്കാലം ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ജപിച്ചത്.
ആ മന്ത്രം ജപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ധ്രുവന് വേണ്ടി ഒരു പ്രത്യേക ലോകം തന്നെ സൃഷ്ടിച്ചത്. മഹാപ്രളയ കാലത്ത് ബ്രഹ്മലോകവും ശിവലോകവും എല്ലാം നശിക്കുമ്പോഴും ധ്രുവലോകത്തിനൊരു പോറല് പോലും ഏക്കില്ല. പുണ്യാത്മാക്കൾ മാത്രമേ അവിടെ എത്തിച്ചേരൂ. ആ ധ്രുവലോകത്ത് എത്തിച്ചേരണമെങ്കിൽ നാരദ മഹർഷി ധ്രുവന്റെ കാതിൽ ഓതിക്കൊടുത്ത ആ മന്ത്രം അറിയണം. ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാധേ രാധേ ഭക്തരെ, രാധേ രാധേ ചാനൽ കാണുന്നവരെ, നിങ്ങൾക്ക് അഗ്നിലോകത്ത് പോയി സുഖമനുഭവിക്കണ്ടേ? പകൽ ലോകത്ത് പോയി സുഖമനുഭവിക്കണ്ടേ? ശുക്ലപക്ഷത്ത് പോകണ്ടേ? വായു ലോകത്ത് നിങ്ങൾക്ക് പോകേണ്ടേ? അതെ, സംവത്സര ലോകത്ത് പോകേണ്ടേ? അവിടുന്ന് സൂര്യലോകത്ത് പോയി ദിവ്യഭോഗം അനുഭവിക്കണ്ടേ? പിന്നെ ചന്ദ്രലോകത്ത് പോയി ദിവ്യഭോഗം അനുഭവിക്കണ്ടേ? അതിനുശേഷം വിദ്യുത് ലോകം എന്ന് പറയുന്ന ധ്രുവപദത്തിലെത്തി, ധ്രുവലോകത്തിലെത്തി ആനന്ദം അനുഭവിക്കണമെങ്കിൽ നാരദ മുനി ധ്രുവന്റെ ചെവിയിൽ ഓതിക്കൊടുത്ത ആ മഹാമന്ത്രം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ജപിച്ചുകൊള്ളൂ, ഇന്നു മുതൽ ജപിച്ചുകൊള്ളൂ. അതിശക്തിയുള്ള മന്ത്രം, ധ്രുവൻ ജപിച്ച മന്ത്രം, ധ്രുവലോകത്തെത്തിയ മന്ത്രം, പ്രളയകാലത്ത് പോലും നശിക്കാത്ത ധ്രുവലോകം കിട്ടിയ മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.